أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. ഇന്ന് തജ്വീദിൻ്റെ 12ാമത്തെ ഭാഗമാണ്. ഇതിൽ പറയുന്ന നിയമം ഇദ്ഹാർ എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ തജ്വീദിൽ പറഞ്ഞിരുന്നു സുക്കൂനുള്ള നൂനിനും തൻവീനും 4 നിയമങ്ങൾ വരുന്നുണ്ട് എന്ന്. ഈ 4 നിയമങ്ങളിൽ ഒന്നാമത്തെ നിയമമാണ് ഇദ്ഹാർ. ഈ നിയമം സുക്കൂനുള്ള നൂൻ അഥവാ നൂൻ സാക്കിന അല്ലെങ്കിൽ തൻവീൻ, ഇതിന് ശേഷം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ, ആ അക്ഷരങ്ങൾ വന്നാൽ ഈ സുക്കൂനുള്ള നൂന് അല്ലെങ്കിൽ തൻവീന് വ്യക്തമാക്കിയിട്ട് ആണ് ഉച്ചരിക്കേണ്ടത്. അതായത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇതിന് ശേഷം വരുന്ന അക്ഷരങ്ങൾ നോക്കിയിട്ടാണ് നൂനും തൻവീനും ഉച്ചരിക്കേണ്ടത്. അപ്പം വ്യക്തമാക്കി ഉച്ചരിക്കേണ്ടത് ഈ ഒരു 6 അക്ഷരങ്ങൾ വരികയാണെങ്കിൽ മാത്രമാണ്. അത് ഹൽക്കിൻ്റെ അക്ഷരങ്ങളാണ്. അതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങളാണ് പറയുന്നത്. ഈ 6 അക്ഷരങ്ങളും അതുപോലെ അത് തൻവീൻ വരുന്നതുണ്ട്, അതുപോലെ സുക്കൂനുള്ള നൂന് വരുന്നതുണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇനി കൊടുക്കുന്നത്. അൻഅംത ഇൻ ഹാദാ വൻഹർ മിൻ ഗദബിൻ അലീമുൻ ഖബീറുൻ ഷൈഇൻ അലീമുൻ നൂഹൻ ഹദൈനാ ഖൗമൻ ഗൈറൻ അൻഹു. There are 6 letters which, when they immediately follow a noon sakina or tanween, cause the noon to be said clearly. They are Hamza, Ha, Ain, Ha, Ghain, Kha. These letters are called Huruful Halqiyyah, or the throat letters, because they are articulated from the throat. If one of these 6 letters follows a noon sakina or a tanween in one word or even between 2 words, the noon is then said clearly. When the noon sakina or tanween is at the end of one word, and the tanween can only be at the end of a word, and the first letter of the following word is one of the 6 letters, we then apply the izhar rule and say the noon clearly. Example: an'amta in hadha wanhar min ghadabin alimun khabirun shay'in alimun nuhan hadayna qauman ghayran anhu.